ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഏകലാടെ. നിങ്ങളെല്ലാവരും കാത്തിരുന്ന ആ ദിവസം എത്തിയിട്ടുണ്ട്. SLC റിസൾട്ട് എന്ന് വരും എന്നതിനെ കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഒരു ചെറിയൊരു അറിയിപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു മെയ് 10 മുന്നേ ആണ് വരുമെന്നുള്ളതാണ്. അതേപോലെ സംഭവിച്ചു. മെയ് 8 നമ്മുടെ റിസൾട്ട് എന്ന് പറഞ്ഞ ഡേ വരുന്നത്. റിസൾട്ട് ഡേ മെയ് 8 ഒരു ഉച്ചമുക്കാലാകുമ്പോൾ റിസൾട്ട് അറിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. ഇതൊരു ബിഗ് ന്യൂസ് ആണ്. നിങ്ങളെല്ലാവരും ഒരു വർഷത്തെ എഫേർട്ട് എടുത്തു. അതിൻ്റെ റിസൾട്ട് അറിയാൻ പോകുന്ന ദിവസം ഞങ്ങളെല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആണ് എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളതിന്. നിങ്ങളുടെ ആദ്യത്തെ ഒരു പബ്ലിക് എക്സാം കൂടെയല്ലേ. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, SLC റിസൾട്ട് കഴിയാൻ കാത്തിരിക്കേണ്ട നമ്മുടെ +1 യുവ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരും കൂടെ കൂട്ടിയിട്ട് നമ്മുടെ യുവ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം എന്തായാലും 10ാം ക്ലാസ്സിൽ അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ ഏകേണ്ട പിള്ളേരല്ലേ. 9207100600 എന്നുള്ള നമ്പറിൽ നിങ്ങൾ അങ്ങ് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യുവ ബാച്ചിനെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. കൂടെ നിങ്ങളുടെ റിസൾട്ടിൻ്റെ ഡേയും കൂടെ ഒന്ന് ഓർത്തു വെക്കാം. ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക, എല്ലാവരോടും പറയാം. പേടിക്കൊന്നും വേണ്ട, എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. കാരണം ഈ ഒരു വർഷത്തോടു കൂടി ഈ സിലബസ് തന്നെ ഒഴിവാകാൻ പോവാണ്. പുതിയ സിലബസ് വരികയാണ് അടുത്ത വർഷം. സോ നിങ്ങൾ ആരും നിരാശപ്പെടുത്തൂല. നന്നായിട്ട് എഫേർട്ട് എടുത്ത് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത് നന്നായിട്ട് എക്സാം എഴുതിയ ഞങ്ങളുടെ കൂടെ നിന്ന എല്ലാ മക്കൾക്കും എല്ലാവർക്കും കേട്ടോ നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. അതിൽ സംശയം വേണ്ട. നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, ആശീർവദിക്കാം എന്ന് തന്നെ പറയാം. ഓക്കെ, യെസ്, പ്രാർത്ഥിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യാം. അപ്പോൾ എനിവേ, പാസ് കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. എന്തായാലും റിസൾട്ട് വരട്ടെ. അപ്പോൾ എനിവേ, താങ്ക് യു ഓൾ. ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം. ബൈ, സി യു.